പി വി ജോഷില വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. എന്താണ് ഇന്നലത്തെ ലീഗിന്റെ വിശദീകരണ യോഗം എന്നൊക്കെ നമുക്ക് ജോഷിലോട് ചോദിച്ചറിയാം. ജോഷില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിനിഷ. ഈ വിശദീകരണ യോഗം വെച്ച ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ടും മനസ്സിലാകും. കാരണം വലിയ തലവേദനയിലേക്ക് കടക്കുന്നു, നിയമക്കുരുക്കിലേക്ക് കടക്കുന്നു. ഇപ്പോഴത്തെ ഓണർ എന്ന് പറയുന്നത് പാണക്കാട് ശിഹാബ് അലി തങ്ങളാണ്. കാരണം തോട്ടം ഭൂമി വാങ്ങിച്ചെടുത്തത്, ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി വാങ്ങിച്ചെടുത്ത ഈ ഭൂമി വാങ്ങിച്ചെടുത്തത് ഇപ്പോൾ പാണക്കാട് തങ്ങളുടെ പേരിലാണ്. അപ്പോൾ നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ തങ്ങൾ കൂടി കുടുങ്ങുമെന്ന ഒരു ആശങ്കകളൊക്കെ ലീഗിന്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അതിന്റെ പേരിലാണ് ഇന്നലെ ധൃതിപ്പെട്ട് അവിടെ ഒരു വിശദീകരണ യോഗം സംഘടിപ്പിക്കുന്നതും. ആ വിശദീകരണ യോഗത്തിൽ പി കെ ബഷീർ MLA വലിയ രീതിയിൽ ദുരന്ത ബാധിതരെ അവഹേളിക്കുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ വന്നു. 10 സെന്റ് ഭൂമി കൊടുക്കാമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ നിലവിൽ അവർ പറയുന്നത് 8 സെന്റ് ഭൂമി നൽകാമെന്നാണ്. എന്തൊക്കെയാണ് ഇന്നലത്തെ വിശദീകരണ യോഗത്തിന്റെ ഒരു വിശദാംശങ്ങൾ? വിനിഷ, ലീഗ് ആകെ തന്നെ വലിയ പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തോട്ടഭൂമിയിൽ തരം മാറ്റി എന്ന ലാൻഡ് ബോർഡ് കണ്ടെത്തലിൽ കേസെടുക്കാൻ അനുമതി തേടി സംസ്ഥാന ലാൻഡ് ബോർഡിന് സോണൽ ലാൻഡ് ബോർഡ് കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ കേസിന്റെ ഒരു കക്ഷിയായി പാണക്കാട് സാദിഖ് അലി തങ്ങളെയും ചേർക്കാൻ അനുമതി തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അത് ആണ് ലീഗിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. സാദിഖ് അലി തങ്ങളുടെ പേരിലേക്ക് കൂടി നിയമ നടപടി എത്തുമെന്നത് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ ഗുണഭോക്താക്കളുടെ പേരിലേക്ക് ഭൂമി മാറ്റാനുള്ള തിരക്കിട്ട നീക്കമാണ് നടത്തുന്നത്. വരുന്ന ബുധനാഴ്ചയോടെ സർക്കാർ ലിസ്റ്റിൽ ഉള്ള 85 പേരിലേക്ക് സ്ഥലം മാറ്റി രജിസ്റ്റർ ചെയ്യാനാണ് നീക്കം. ഇന്നലെ മുട്ടിലിൽ മുസ്ലിം ലീഗ് ഗുണഭോക്താക്കളുടെ യോഗം വിളിച്ചു ചേർത്തു. ഇത് തോട്ടം ഭൂമിയല്ലെന്ന് വിശദീകരിക്കാനായിരുന്നു. അവരെത്ര വിശദീകരിച്ചാലും അത് തോട്ടം ഭൂമിയാണ്. ആ തോട്ടം ഭൂമിയുടെ സ്വഭാവം മാറ്റാൻ അവർക്ക് സാധിക്കില്ല. പട്ടയം എങ്ങനെയാണോ നൽകിയത്, പട്ടയം എങ്ങനെയാണോ ഉള്ളത്, ആ രീതിയിലേക്ക് മാത്രമേ ആ ഒരു ഭൂമിയുടെ തോട്ടം സ്വഭാവം നിലനിൽക്കും. അത് എത്ര വിഭജിച്ച് നൽകിയാലും തോട്ടം സ്വഭാവം നിലനിൽക്കും. അത് തരം മാറ്റാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉപയോഗിക്കാൻ, വിഭജിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ നോക്കിയാൽ അത് പിന്നീട് കേസിലേക്ക് പോവുകയും സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. എപ്പോഴും അതൊരു വലിയ വിഷയമായി, തലവേദനയായി ഈ ദുരന്ത ബാധിതരെ അടക്കം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ വേണ്ടി വിളിച്ച യോഗത്തിൽ 85 പേരുടെ പേരിലേക്ക് ഈ ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ അറിയിക്കാനാണ് വിളിച്ചു ചേർത്തത്. ഈ തീരുമാനം അറിയിക്കാൻ വിളിച്ചു ചേർത്തപ്പോൾ തന്നെ ഗുണഭോക്താക്കൾ പല രീതിയിലുള്ള സംശയങ്ങൾ ഉന്നയിച്ചു. ഈ വീട് കല്ലുകൊണ്ടാണോ അതോ സിമന്റ് കട്ട കൊണ്ടാണോ നിർമ്മിക്കുക എന്നുള്ള ചോദ്യത്തിന് പി കെ ബഷീർ MLA അവഹേളിക്കുന്ന രീതിയിലാണ് മറുപടി പറഞ്ഞത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അല്ല, ചളി കൊണ്ടാണ് നിർമ്മിക്കുക, ഞങ്ങൾ എടുത്തു തരുന്ന ഭൂമി വീട്ടിൽ നിന്നാൽ മതി എന്നുള്ള രീതിയിൽ ദുരന്ത ബാധിതരുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീട് ആ വീട്ടിലേക്ക് കയറി വരുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ വീട് അവർക്ക് കൈമാറുന്നതിനെയാണ് ഇത്തരത്തിൽ അവഹേളിച്ചുകൊണ്ട് അവരുടെ പേരിൽ പിരിച്ച ഫണ്ടിനെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്ന രീതിയിൽ ലീഗ് എന്തോ സഹായം അല്ലെങ്കിൽ ദാനം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പെരുമാറി എന്നുള്ളതാണ് ഗുണഭോക്താക്കൾ പലരും വിളിച്ച് അറിയിച്ചിട്ടുള്ളത്. ഇത് ലീഗിന് തന്നെ വലിയ വിനയായി മാറും എന്നുള്ളതാണ്. മാത്രമല്ല, നേരത്തെ തന്നെ KT ജലീൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇത് കുടപ്പനക്കൊന്നിൽ വീട് വെച്ച് നൽകുന്നത് പോലെയായിരിക്കും, എല്ലാ കാലത്തും ലീഗിന്റെ അടിമകളായി ജീവിക്കാനായിരിക്കും വിധി എന്നൊക്കെ നേരത്തെ തന്നെ KT ജലീൽ MLA പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞിരുന്നു. അതിന്റെ മറ്റൊരു മുഖമാണ് യഥാർത്ഥത്തിൽ ഇന്നലെ പി കെ ബഷീർ MLA ഈ ഒരു യോഗത്തിൽ തെളിയിച്ചത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി വിവാദം അല്ലെങ്കിൽ ഭൂമി തട്ടിപ്പ് കേസ് വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. വിനിഷ.